എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. ഇത് 1/2 കിലോ നെല്ലിക്കയുണ്ട്. നെല്ലിക്ക ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതാണ്. അത് ഞാനൊരു 20 വെളുത്തുള്ളി, അല്ലെങ്കിൽ സാമാന്യ വലിപ്പമുള്ള 20 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തു. അത് ചതച്ച് വെച്ചു. പിന്നെ കറിവേപ്പില, ഇത് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാധാ മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് വേണ്ടത് കായപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, നല്ലെണ്ണ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഫ്രൈ പാൻ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണയാണ് ഈ അച്ചാറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നെല്ലിക്ക ഇടുന്നു. എണ്ണയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഞാൻ ഈ നെല്ലിക്ക വാട്ടുമ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ ഉപ്പ് നന്നായിട്ട് നെല്ലിക്കയിലേക്ക് പിടിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിടുകയാണ് ഇതിനകത്തേക്ക്. തന്നെ പാകം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാലൻസ് പിന്നെ ഇടാവുന്നതാണ്. 1.5 ടീസ്പൂൺ ഉപ്പ് ഞാനിട്ടു. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു നന്നായിട്ട് വാടി വരണം. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾ ഞാൻ ചേർത്തു. ഒരു പിഞ്ച് മതി, ഇനി മഞ്ഞളിൻ്റെ ആവശ്യമില്ല. ഈ നെല്ലിക്കയുടെ കളറൊന്ന് റെഡിയായി വരാനാണ് ഞാൻ ആ മഞ്ഞളൊന്നിട്ടത്. ഇനി ഇത് നമുക്ക് വാട്ടിയെടുക്കാം. നമ്മുടെ നെല്ലിക്ക വാടി കഴിഞ്ഞു. ഈ നെല്ലിക്ക വാടിയോ എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്നറിയാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു നെല്ലിക്ക എടുത്ത് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കുക. കണ്ടില്ലേ, മുറിച്ചപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ആ മുറിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇനി നമ്മൾ ഈ നെല്ലിക്ക എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. എണ്ണ പൂർണ്ണമായിട്ട് മാറ്റേണ്ട, അതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണയുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. കുറച്ച് എണ്ണയുണ്ട്, ആ എണ്ണ അവിടെ നിൽക്കട്ടെ. നെല്ലിക്ക മാത്രം ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നെല്ലിക്ക എല്ലാം കോരി മാറ്റി കണ്ടിട്ട് ഇത്രയും നല്ലെണ്ണ നമുക്കിനി ബാക്കി ഇതിനകത്തുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കുകയാണ്. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞ് ചൂടായ എണ്ണയിലേക്ക് ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുകയാണ്. ഈ വെളുത്തുള്ളി ഇഞ്ചിയുമാണ് ഈ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അതുകൊണ്ട് അത് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് എണ്ണയിൽ തീ കുറച്ച് വെച്ചിട്ട് എണ്ണയിൽ നിന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂപ്പിക്കുകയൊന്നും വേണ്ട. ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിക്ക് വേറൊരു ടേസ്റ്റ് വരും. ഈ പച്ചനനമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. നമ്മൾ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കുകയാണ്. പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ഒരു സാധാരണ നെല്ലിക്ക അച്ചാർ ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പുറത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കേടാകാൻ തുടങ്ങും. അതുകൊണ്ട് ആ കണക്കിന് മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. വേഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. 1 ടീസ്പൂൺ എണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞു. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയൊക്കെ ചേരുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി ചേർക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ കാശ്മീരിയും സാധാ മുളകും കൂടി പൊടിച്ചത്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ആദ്യം ഉപ്പ് ചേർത്തപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്തത്. ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പായി. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. ചാറിൻ്റെ പാകത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നോക്കിയിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ.
പൊടികളെല്ലാം വറുത്ത് വെച്ച് പൊടിയായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, പച്ചപ്പൊടി ചേർക്കുന്നത് പോലെ പ്രശ്നം ഉണ്ടാവില്ല. എന്നിരുന്നാലും ഒന്ന് തിളച്ച് വരട്ടെ. അച്ചാറിൻ്റെ ചാറ് നന്നായിട്ട് തിളച്ചു, എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ ഇതിലേക്ക് ഞാൻ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞതിൻ്റെ ചാറ് ചേർക്കുകയാണ്. പകുതി ചെറുനാരങ്ങ, ഒരു വലിയ നാരങ്ങയായിരുന്നു. അപ്പോൾ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ചു, എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച, നമ്മൾ ആദ്യം വരട്ടി വെച്ച നെല്ലിക്കയില്ലേ, അത് ഇതിലേക്ക് ചേർക്കുന്നു. ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പുളിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് നാരങ്ങാ നീരാണ്. നെല്ലിക്കയ്ക്കും സ്വാഭാവികമായിട്ടൊരു പുളിയുണ്ട്. ആ പുളിയും കുറച്ചൊഴിച്ച നാരങ്ങാ നീരിൻ്റെ പുളിയും കൂടിയൊക്കെ ആവുമ്പോൾ ഇത് ഇന്ന് കൂട്ടാനതിനേക്കാളും നല്ലത് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് 2 ദിവസം കുപ്പിയിലാക്കി അങ്ങനെ തന്നെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ നല്ല എടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡിയായി. ഇത് നമ്മളിനി തണുത്തിട്ട് കുപ്പിയിലാക്കാം. അതുകൊണ്ട് ഞാൻ വേറെ ബൗളിലൊന്നും ആക്കി കാണിക്കുന്നില്ല. നല്ല ഉണങ്ങിയ ജാറിലേക്ക്, കുപ്പിയുടെ ജാറിലേക്ക് ഇനി ഇത് മാറ്റാം നമുക്ക്. നിങ്ങൾ കണ്ടതാണല്ലോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അച്ചാറാണ്. വളരെ കുറച്ച് സമയമേ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. യു ക്യാൻ ഡു. താങ്ക് യു.